ഗോകർണ ബീച്ച് ട്രക്കിങ് ഇത് ഇവിടുന്ന് ആരംഭിക്കാം. അനേശല്ല ഇവിടുന്ന് തന്നെ തുടങ്ങണത്. യാ നമ്മൾ തുടങ്ങാണ്. നമ്മള് അടിച്ചു പൊളിച്ച് തിരിച്ചു വരും. യാ ഡെഫിനറ്റ്ലി. രാമക്ഷേത്രം ഉണ്ട്, അതിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ട്രക്കിങ് ശരിക്കും തുടങ്ങണത്. നമ്മൾ അതിൻ്റെ ഉള്ളിലൊന്നും കയറില്ല, അതിൽക്കൂടെ ഇങ്ങനെ കാഴ്ചകൾ കണ്ടു പോകാൻ വേണ്ടി. നമ്മളെ ഗൈഡ് മുന്നിൽ. ആ യാസീനെ തിരിഞ്ഞോ, അതിൻ്റെ മോൻ കണ്ടോടെ. യാ ഇത് എങ്ങോട്ടേക്ക് ഇറങ്ങി പോണേ? ഗുഹയ്ക്കാ? കണ്ണാടി വെച്ചിട്ട് കണ്ണ് കാണുന്നില്ല. അയ്യോ ഉണ്ടാക്കി പോവുന്നു, വൈകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. എന്തെന്നാലും ഈ താഴത്തേക്ക് വരില്ലട്ടോ. പിന്നെ കേട്ടാളില്ല സുവീശ, ഈ താഴത്തേക്ക് വരില്ലാരെ. വന്നാ ഈ കയറ്റാൻ ആളില്ല വേറെ. ആദ്യം തടിയച്ചിലേക്ക് പോവല്ലേ. ഓ അടിപൊളി വ്യൂ. ഓ എൻ്റെ അമ്മ, ഇവിടെ എത്തിപ്പെടാനാണുള്ള പണി. ഗണേശ നല്ല അടിപൊളി. ഓ എന്റെ അമ്മേ, ഓ നല്ല കൂളിംഗ് കിട്ടും അതിൻ്റെ ഉള്ളില്. അതിനുള്ളിലേക്ക് ഉണ്ടല്ലേ. ഓ ഇതെങ്ങനെയാണെങ്കിൽ ഭൂമിന്റെ അടിയിൽ ഇതുണ്ടാക്കി താമസിച്ചാൽ മതി. ഒരു സ്ഥലമാണ് ഇതെന്ന് പറയപ്പെടുന്നത്. ആൻഡ് ഇത് പണ്ട് വരുണദേവൻ ആരാധിച്ചിരുന്ന ശിവലിംഗമായിരുന്നു. ലേറ്റർ രാവണൻ ഇതേക്കുറിച്ച് മനസ്സിലാക്കി രാവണൻ അത് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാൻ ട്രൈ ചെയ്യുകയും ചെയ്തു. അപ്പൊ ഈ ശിവലിംഗം പൊട്ടിയിട്ട് 2 സ്ഥലത്തേക്ക് വീഴുന്ന പറയണത്. ഒന്ന് മുരുടേശ്വർ ടെമ്പിള്, ഒന്നിവിടെ ഗോകർണ എന്നിവർ വിശ്വസിക്കപ്പെടുന്നത്. വേറൊരു സ്റ്റോറി ഇതിനെ സംബന്ധിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാല്, ഇതിന്റെ കുറച്ച് ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഗുഹകളുണ്ട്. അപ്പോ മഹാഭാരതത്തില് പാണ്ഡവര് അവര് വനവാസ കാലത്ത് അവസാനത്തെ ഒരു വർഷം അജ്ഞാതവാസമായിരുന്നു. ആ അജ്ഞാതവാസത്ത് അവരിവിടെയാണ് സ്റ്റേ ചെയ്തിരുന്ന പറയപ്പെടുന്നത്. അപ്പൊ പുറത്ത് ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ പുറത്ത് എത്ര ചൂടാണെങ്കിലും ഇതിന്റെ ഉള്ളില് ഭയങ്കര കൂളിംഗ് ആയിരിക്കും. അങ്ങനെ സ്റ്റോറീസ് ഇവിടെ പറയപ്പെടുന്നുണ്ട്. ഇവിടെ അതേപോലെ ഈ ഒരു ഹോൾ ഉണ്ടല്ലോ, ഈ ഒരു ഹോളും പിന്നെ ഈ നമ്മുടെ ബോഡിയിലുള്ള 7 ചക്രാസിനെ കണക്ട് ചെയ്യുന്ന ഒരു ഏരിയവും ഇതിന്റെ ഒരു ടെമ്പിളിന്റെ പ്രത്യേകതയാണ്. ഇവിടെ പൂജയുണ്ട്, പിന്നെ ഇങ്ങനെ ധ്യാനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഗുലർ ആയിട്ട് ഇവിടെ ഉണ്ടാവാറുണ്ട്. ഈ ഗോകർണ ബേസിക്കലി ഒരു സ്പിരിച്വൽ പ്ലേസ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അപ്പം പുറത്തുനിന്ന് ഫോറിനേഴ്സ് ഒക്കെ ഇവിടെ മാസങ്ങൾ വന്ന് താമസിക്കുകയും ഇവിടുത്തെ മെഡിറ്റേഷൻ അങ്ങനെ കോഴ്സുകൾ എടുക്കാറുണ്ട്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവർ ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് സ്റ്റേ ചെയ്ത് സ്പിരിച്വാലിറ്റി അറ്റൻഡ് ചെയ്ത് പോകുന്ന ഒരു ഇടം കൂടിയാണ് ഗോകർണ. അപ്പൊ ഇത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ് ഗോകർണ എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ. ഇതിന്റെ പേര് ശ്രീഗർഭ ടെമ്പിൾ എന്നാണ്. എന്തേന്റെ പേര്? ശ്രീഗർഭ. കണ്ണണത്തുരുത്തി കുഡിലെ ബീച്ച്.
കണ്ണെടുക്കാനല്ല. മൂന്ന് ബീച്ച്. നമ്മൾ ആദ്യം ഇറങ്ങിയ ബീച്ച് അതേതാ? ഗോകർണ മെയിൻ ബീച്ച്, പിന്നെ കുഡ്ല ബീച്ച്, ഇനിയിപ്പോ ഹോം ബീച്ച്. തിരിച്ചിങ്ങോട്ട് ജീപ്പിലോ? ഇതിപ്പോ പോണ ബീച്ചിന്റെ പേരെന്താ യാസിന? ഓം ബീച്ച് എത്തി. ഇനി ഓം എത്തിയില്ല. ഫുഡ് വിടുന്നല്ലേ? പിന്നെ നമ്മള് ഫുള്ള് ബോട്ടില്. ഏത് ബീച്ച്? ആസ്മോൾ. ഹാഫ് മൂൺ. ആ ശരി, ഞാൻ ആസ്മേനെ പാരഡൈസ്. അവിടെ വേറെ പ്രൈവറ്റ് ബീച്ച് നമ്മളതല്ലാതെ വേറെ ഉണ്ട്. അല്ല വേറെ ഉണ്ട് ബീച്ചുകള്? ഒറ്റ ബീച്ചുള്ളൂ. ആ ഇവിടെ നമ്മളെ മാത്രമേ ഉണ്ടാവുള്ളൂ ഒന്ന് അല്ലേ? നമ്മൾ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ അവിടെ? നമ്മൾ തന്നെയല്ലേ ഉള്ളൂ അവിടെ? ടെന്റ് സ്റ്റേ അല്ലേ? കടുവ, പുലി തുടങ്ങിയ ചെറിയ മൃഗങ്ങൾ ഒന്നുമില്ല. സമാധാനം. ആ പാമ്പ്, പെരുമ്പാമ്പ് തുടങ്ങിയ കുഴപ്പമില്ല. അത് പറയണെങ്കിലേ ആസിന, നടക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നോളിന്ന് പറയാനല്ല. ഹോം ബീച്ച്. ഇതൊന്നും ഇവിടെ ഇതൊക്കെ ഉണ്ടല്ലോ. അത് ശരി, ഞാൻ വിചാരിച്ചു താമസിക്കാനുള്ള സ്ഥലമാണ്. യാസീനെ തള്ളും അത് കേട്ടിരിക്കുന്ന കുറെ ആൾക്കാരും. യൂട്യൂബ് ഒന്നും ഉണ്ടായിട്ടില്ല. എന്റെ അമ്മേ, അല്ല ഇവന്മാരിവിടെ അങ്ങനെ നമ്മുടെ അടുത്ത ലൊക്കേഷനായ എന്താ പറയാ ഹോം ബീച്ച്. ഡോമ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുത്തനെടുക്കേണ്ടി വരും. ഇതാണ് സംഭവം. അപ്പതാ ബോട്ട് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേമായിട്ട് ബോട്ടിലാണെങ്കിൽ പാരഡൈസിലേക്കുള്ള ബോട്ട്. നമുക്ക് വേണ്ടി സ്വന്തം തയ്യാറാക്കിയ സ്വന്തം ബോട്ട്. മലയാളി ഇതാണ് നമ്മള് കാണുന്ന, നേരെ കാണുന്നല്ല. ഏത് ബീച്ചിലാണോ? ലവിടെ. അയ്യാ ബോട്ട് കയറിയോ? അങ്ങനെ നമ്മൾ അവസാനത്തെ ഡെസ്റ്റിനേഷനെത്തി പാരഡൈസ് ബീച്ചിലെത്തി. ഇന്നത്തെ സ്റ്റേ ഞങ്ങളത് ഇവിടെയാണ്. ഇതൊരു പ്രൈവറ്റ് ബീച്ചാണ്. ഇതേപോലെ ടെൻറ്റ് സ്റ്റേ ആണ്. ടെൻറ്റുകളുണ്ട്. ഇവിടെ ഇത് എന്താ പറയുക, കമൻ കോറ്റാണ്. ഇന്നിപ്പം കുറച്ച് ആൾക്കാരുണ്ട്, എല്ലാവരും പോകും. രാത്രി ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടത്. എന്താ അറിയില്ല. ആകെ 2-3 കടകളേ ഉള്ളൂ. 2 കടകൾ, 3 കടകളൊന്നുമില്ല. 2 കടകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അതിലാണ് നല്ല കത്തി റേറ്റാണ്. ലൈം ജ്യൂസിന് കൊടുക്കണം 100 രൂപ. കാരണം എന്താ വെച്ചാൽ ഇവിടെ അടുത്തൊന്നും വേറെ കടകളൊന്നുമില്ല.
രാത്രി പുറത്ത് പോയി വാങ്ങാൻ പറ്റൂല. അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. പാരഡൈസ് ബീച്ച് കഫേ. ആ കാണുന്ന ബോട്ടുകളിലൊക്കെയാണ് ആൾക്കാർ ഇങ്ങോട്ട് വന്നത്, ഗോകർണനൊക്കെ. എന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് നേരം കയാക്കിങ് മറ്റു പരിപാടികളൊക്കെ ചെയ്തതിന് ശേഷം ഒരു തിരിച്ചു പോകും. രാത്രി ഇവിടെ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഇവിടെ താമസിക്കാനുള്ളൂ. ഇവിടെ ഇപ്പം ഞങ്ങൾ കൂടാതെ വേറെ 2 ടീമും കൂടി ഉണ്ട് തോന്നുന്നുണ്ട്. ഞങ്ങൾ ടെൻറ്റ് ഇതാണ്. ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഉണ്ട്. ഇതാണ്. ഏയ് ആ വരൂ ഞാൻ തരണേ. അങ്ങനെ ഒരു ദിവസത്തെ സംഭവബോധമായ ഇതിന് ശേഷം അവസാനത്തെ ദിവസം ഇറങ്ങി പോകാനുള്ള പരിപാടിയാണ്. ഇല്ലെങ്കിൽ ഒരു ഇറക്കി വിടും. ഐ തെജു അക്രമം. ഐ ഐ ഐ ചോദിച്ചു എന്താ പാടി? അടിപൊളി. അടിപൊളി. കോർഡിനേറ്റർ രജ്മൽ കേട്ടെ. അത് വേറെ ഏതൊരു കിളി പോയിക്കണം. കാർത്തു ഓക്കെ അല്ലേ? സെറ്റ് ഗണേശ കേട്ടി ഇവിടെ തിരിടാ. പിന്നെ അപ്പൊ ഓക്കെ. ആളുകൾക്ക് എല്ലാവർക്കും മെയിനായിട്ടുണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ചാൽ, അതായത് മെയിൻ ബീച്ചിൽ മാത്രമാണ് കയറിയിട്ട് പോകാറുള്ളത്. പക്ഷെ ഇവിടെ ഒരുപാട് പ്രൈവറ്റ് ബീച്ചുകളുണ്ട്. മിക്കവാറും ചില പ്രൈവറ്റ് ബീച്ചിൽ, ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ താമസിച്ച പ്രൈവറ്റ് ബീച്ച് പോലെ അതിൽ നമ്മൾ മാത്രമേ അന്ന് ഉണ്ടാവുള്ളൂ. രാത്രി ആ ബീച്ചിലെ വ്യൂ അടിപൊളിയാണ്. ഗോവ പോണവർക്കൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഗോകർണം. ഒരുപാട് കാഴ്ചകളുണ്ട്, നല്ല അടിപൊളി കടൽ തീരങ്ങളുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ. ഒരേ സമയം ആധ്യാത്മികതൻ്റെയും എൻ്റർടൈൻമെൻറ്റിൻ്റെയും ഏരിയയാണ് ഗോകർണം. ഇവിടെ ഗോവയിൽ കിട്ടുന്ന എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. ജെറ്റ് സ്കീ പോലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ചെയ്യും. അപ്പം പിന്നെ അതുപോലെ റേറ്റ്, റൂം റേറ്റൊന്നും അത്ര വലിയ കൂടുതലൊന്നും പറയാനില്ല. 2500-3000 ഉള്ളിലാണ് ഈ പ്രൈവറ്റ് ബീച്ചുകളിലൊക്കെ ഉള്ള ഇതുള്ളത്. പിന്നെ എല്ലായിടത്തും ഈ പ്രൈവറ്റ് ബീച്ചുകളിലൊക്കെ നല്ല സാധനങ്ങൾക്ക് നല്ല വിലയാണ്. കാരണം അതിൻ്റെ അടുത്തൊന്നും വേറെ കടകളോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഇനി ഗോവ പോകുന്നവർക്കൊരു നല്ല ബെസ്റ്റ് ചൂസിങ്ങാണ് ഗോകർണം എന്ന് പറയുന്നത്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരേക്കും വണക്കം.